ഈ മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മളെ കമ്മ്യൂണിറ്റിയായിട്ട് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ്, സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മൾ നല്ലതാണെങ്കിൽ ആൾക്കാർ നമ്മളെ തിരിപ്പിക്കും, നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഗുഡ് വിൽ ഇമ്പോർട്ടൻ്റ്. ഒരാൾ തിരക്കും നമ്മൾ ആരാണ് അന്വേഷിച്ചിട്ട് വരും, അത് വന്നുകൊണ്ടേയിരിക്കും. ഒരാളെ നമ്മൾ ഈ ജീവിതത്തിൽ ബിസിനസ്സിലായാലും ലൈഫിലായാലും ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ട്രസ്റ്റ് ഒരിക്കലും ബ്രേക്ക് പാടില്ല. ആ പ്രശ്നമെല്ലാം നടക്കും. രവിപിള്ള വലിയൊരു വ്യവസായ പ്രമുഖനാണ്. രവിപിള്ള മിക്കവർക്കും അറിയാം ഇദ്ദേഹത്തിന്. ഒരു ഗൾഫിൽ ഏറ്റവും വലിയൊരു വ്യവസായ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത്. മുസ്ലിങ്ങളെ കുറിച്ചിട്ട് പല രീതിയിലുള്ള, അതായത് മുസ്ലിം വിവാഹങ്ങളെ കുറിച്ചിട്ട് ഒരു വർഗീയപരമായിട്ട് പരാമർശം നടക്കുന്നിടയിലാണ് രവിപിള്ളയുടെ ഈ വാക്കിനെ ഏറെ പ്രസക്തമാവുന്നത്. അദ്ദേഹത്തിന്റെ വ്യവസായം കൂടുതലും മെച്ചപ്പെട്ടത് ഗൾഫ് നാടുകളിലാണല്ലോ, ഈ അറേബ്യൻ നാടുകളിലാണല്ലോ. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഒരു വ്യവസായത്തിന്റെ ഒരു വലിയൊരു ഇത് ഉണ്ടായത്. അപ്പോ അദ്ദേഹം ഒരു ഹൈന്ദവനായ ഒരു വ്യക്തിയായിട്ട് പോലും ഒരു ഇസ്ലാമിക രാജ്യത്ത് അദ്ദേഹത്തിന്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ വളർച്ചയിലും മറ്റും ഇത്രത്തോളം മുൻതൂക്കം ഉണ്ടായതിന്റെ ഒരു ഇതാണ് അദ്ദേഹത്തിന്റെ ആ വാക്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത്. പല രീതിയിലുള്ള ഒളിയമ്പുകൾ മുസ്ലിങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഇസ്ലാമിനെതിരെയും ഒക്കെ ഉണ്ടാകും. ഏതായാലും രവിപിള്ളയുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു പരാമർശം വന്നത് വളരെയധികം സ്വാഗതകരമാണ്. ഇത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒളിയമ്പുകൾ താറടിച്ച് കാണിക്കുന്നവർക്കൊരു മുന്നറിയിപ്പായി മാറട്ടെ എന്ന് പറയാം.